പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഉൾപ്പെടെയുള്ള 5 പോലീസുകാർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. 5 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള DGPയുടെ തീരുമാനം വന്നിരിക്കുന്നു. റിപ്പോർട്ട് നൽകിയതിനു ശേഷം സംസ്ഥാന DGPക്ക് പ്രത്യേക അന്വേഷണ സംഘം SIT റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 ഗൺമാന്മാർ, അനിൽകുമാർ, സന്ദീപ് ഉൾപ്പെടെ ഉള്ള ഗൺമാന്മാർ, 5 പോലീസുകാർ, ബാക്കി 3 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ വരുന്ന നടപടി. അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഇടപെടൽ അതിനുശേഷമാണ് സംസ്ഥാന DGPക്ക് നൽകിയ SITയുടെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ ആലപ്പുഴയുടെ അതിക്രമത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് എന്നുള്ള 5 ഗൺമാന്മാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി, ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്ന സമയത്താണ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 ഗൺമാന്മാരുടെയും സസ്പെൻഷൻ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പോയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് പോകണമെന്നടക്കം ഉള്ള എഡി തോമസിന്റെ അപേക്ഷയിന്മേൽ നടന്ന അന്വേഷണം, ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ തിടുക്കത്തോടു കൂടി തന്നെ അതിവേഗം നടപടി വന്നിരിക്കുന്നത്. അന്വേഷണം പ്രാഥമിക മൊഴികളുടെയും മുൻ ഉദ്യോഗസ്ഥരുടെയും, ആദ്യം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, പിന്നീട് വന്ന ഉദ്യോഗസ്ഥർ, പിന്നീട് സാക്ഷിയായിട്ടിരുന്ന ചാനൽ ക്യാമറമാൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, നടപടി വന്നിരിക്കുന്നു, ഉത്തരവിറങ്ങിയോ? പ്രജീഷ്, അല്പസമയത്തിനകം ഉത്തരവിറങ്ങും. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അടക്കം അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലാണിപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 5 പേരെ, അന്ന് മർദ്ദന സംഘത്തിലുണ്ടായിരുന്ന 5 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാം പ്രതി പിണറായി വിജയന്റെ ഗൺമാനായ അനിൽകുമാർ, അതുപോലെ തന്നെ സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ, ഈ 5 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം വന്നിട്ട് ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. ഈ 5 പേരും, അതിൽ ആദ്യത്തെ 2 പേരായിരുന്നു നേരത്തെ ഈ കേസിൽ ഉണ്ടായിരുന്നത്. സന്ദീപ്, അതുപോലെ അനിൽകുമാർ, ഈ 2 പേരായിരുന്നു ആദ്യം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം SIT രൂപീകരിച്ചു. ആ SITയുടെ പുനരന്വേഷണത്തിലാണ് 3 പേർ കൂടി ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴ കോടതിയിൽ 3 പേരെ കൂടി പ്രതി ചേർക്കാനുള്ള റിപ്പോർട്ട് നൽകിയത്. അതിനു പിന്നാലെയാണ് SIT ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ഇന്ന് രാവിലെ പോലീസ് മേധാവി ഈ റിപ്പോർട്ട് പരിശോധിച്ചു. അതിലെ നിർദ്ദേശപ്രകാരം, ആ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ 5 പേരും, ഈ ഗൺമാന്മാർ പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യവും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയിരുന്നു. അതിനുശേഷം ആ വാഹനത്തിനെതിരെ പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അവരെ ലോക്കൽ പോലീസ് കൺട്രോളിലാക്കിയിരുന്നു, അവരെ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. അങ്ങനെ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 2 പ്രതിഷേധക്കാരെയാണ് പിന്നാലെ എത്തിയ വാഹനത്തിൽ നിന്ന് ഗൺമാന്മാർ ഇറങ്ങി മർദ്ദിച്ചത്. അങ്ങനെ ഗൺമാന്മാർ ഇറങ്ങി മർദ്ദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് വലിയ കുറ്റകൃത്യമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ അട്രാക്ട് ചെയ്യാനുള്ള കുറ്റകൃത്യമാണ് അവർ നടപ്പാക്കിയത് എന്നുള്ള ഒരു വിമർശനം കൂടി ആ റിപ്പോർട്ടിലുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ 5 പേരെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോലീസ് മേധാവി എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ റിപ്പോർട്ട് കിട്ടിയ കാര്യം അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറയുകയും ചെയ്തിരുന്നു. അത് ഉചിതമായ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. നേരത്തെ തന്നെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഏതായാലും ഇതിനപ്പുറം മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഈ 5 പേരുടെയും പ്രവൃത്തി സംബന്ധിച്ച് ഈ 5 പേരെയും സംരക്ഷിക്കുന്ന നിലപാട് അന്നത്തെ അന്വേഷണ സംഘം സ്വീകരിച്ചു